ത്തിന്റെ മുമ്പ് എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ മനോഹരമാകുന്ന മരണത്തിന്റെ ഒരു ഗുണപാഠമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കുറച്ചവരെ അതുകൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള മുഅല്ലിമീങ്ങളോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന പരിപാലകരോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന നാട്ടുകാരോട് പറയുകയാണ്, നല്ല മരണം എന്റെ പ്രിയപ്പെട്ടവരെ കാഴ്ചവെക്കേണ്ടതാണ്. നമ്മുടെ നാട്ടില് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകട്ടെ, അതിലെന്റെ പ്രിയമുള്ളവരെ തളരോ പാടില്ല. ഉമർ തങ്ങളെ പോലെ നീതിമാനായ ഭരണാധികാരികളാകാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയേണ്ടതോ എന്തുണ്ടെങ്കിലും ഉമർ തങ്ങള് നീതിമാനായിട്ടാ ഭരിച്ചിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ പള്ളിയിലെ ഖത്തീബ് ഒരു ഭരണാധികാരി അല്ലേ? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഒരു ഭരണാധികാരിയാണ്. ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ ഒരു ഭരണാധികാരിയാ. ഉസ്താദെ ഇവിടുത്തെ കമ്മിറ്റിക്കാര് ഒരു ഭരണാധികാരിയാ. ഞങ്ങൾക്കൊന്നും അതാകാൻ പറ്റൂലല്ലോ, ഞങ്ങൾക്കൊന്നും അതാകാൻ പറ്റില്ലല്ലോ എന്ന് എന്ത് പറയും? ചില ആളുകൾ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് വോട്ടിന് നിൽക്കാൻ പറ്റൂല ഉസ്താദെ, ഞങ്ങൾക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റൂല ഉസ്താദെ, ഞങ്ങൾ പള്ളി പരിപാലിക്കാനുള്ള ആളുകളല്ല ഉസ്താദെ എന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയും. ഞാൻ പറയണത്, നല്ല ഭരണാധികാരികൾ പള്ളിയിലല്ലാകേണ്ടത്, നല്ല ഭരണാധികാരികള് നാട്ടിലല്ലാകേണ്ടത്, നല്ല ഭരണാധികാരികൾ സ്വന്തം വീട്ടിലാകണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. എടാ, നിന്റെ ഭാര്യയും മക്കളുടെയും മുമ്പിൽ നീ ഒരു നല്ല ഭരണാധികാരിയാകണം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഭർത്താക്കന്മാരുണ്ടെങ്കിൽ എന്ന് കൈവക്കപ്പ. ഭർത്താക്കന്മാര് എല്ലാവരും പൊട്ടി മുളച്ചതാ ഉണ്ടോ? ഭർത്താക്കന്മാര് ഉണ്ടോപ്പാ? ഉണ്ടോ? ഉണ്ട്. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ഭർത്താക്കന്മാര് കാമുകന്മാരല്ല, കാമുകിമാരല്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്ത താത്തല്ല, സ്വന്തം ഭാര്യ. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് 2ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിൽ കൂട്ടി നിൽക്കണ ചങ്ങാതി ഏതാ? അവനാണ് നരകത്തിലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇപ്പൊ കർണാടകയിൽ സീരിയൽ ഉണ്ടോ? ഉണ്ടപ്പ കർണാടകയിൽ സീരിയല് അറിയത്തില്ല ആർക്കും. സീരിയല് കർണാടകയിൽ സീരിയൽ ഉണ്ടോ? ഉണ്ട്. ചില ആളുകൾ നിശാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയണത്, കർണാടകയിൽ സീരിയൽ ഉണ്ടാവും. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ ഭാര്യ സീരിയല് കാണുക, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സീരിയല് കാണുക. ആ സമയത്ത് സ്വന്തം ഭാര്യയോടും മക്കളോടും പറയണം അത് ഓഫാക്കാൻ. അത് പറയാൻ തന്റെ ഇടമില്ലെങ്കിൽ നീ നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലേ? ഞാൻ പറയണത്, സ്വന്തം ഭാര്യ നിനക്ക്. ചില ആളുകൾ പറയും, എന്റെ ഭാര്യയെ ഞാൻ വരച്ചെടുത്ത് നിർത്തും, പക്ഷെ ഭാര്യ വരക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ ഭാര്യ നിൽക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭരണാധികാരിയാക്കണം. അല്ലാഹു പടച്ചവനെ നല്ലൊരു കുടുംബം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. ഞാൻ ഇടയ്ക്കൊരു ചങ്ങാതിയുടെ അടുത്ത് ചോദിച്ചു, നിന്റെ പെണ്ണ് കെട്ട് കഴിഞ്ഞു, നിന്റെ കല്യാണം കഴിഞ്ഞാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദെ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്തപ്പോ അത് കഴിയാത്തത്? അത് ഉസ്താദെ നാട്ടിലുള്ള ആളുകളൊക്കെ എന്നെ കല്യാണം മുടക്കുക, അപ്പൊ എനിക്ക് നടക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ചങ്ങാതി, നിനക്ക് എങ്ങനത്തെ പെണ്ണിനെ ആഗ്രഹം? എന്താ പറഞ്ഞേ? നിനക്ക് എങ്ങനത്തെ പെണ്ണിനെ ആഗ്രഹം? അപ്പൊ ഈ ചങ്ങാതി എന്നോട് പറയും, ഉസ്താദെ എനിക്ക് ഒരു മലയാളത്തിലൊരു സിനിമാ നടിയുടെ, ഞാൻ മക്കാമുള്ളതുകൊണ്ട് പറയണില്ല, ഒരു മലയാളത്തിലെ സിനിമാ നടിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് ഓൾഡ് മുടിയുടെ വലിപ്പമുള്ള പെണ്ണിനെ കിട്ടണം ഉസ്താദെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയണത്, കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോഴേ വാട്സപ്പിൽ കൂടെ വളക്കണേ, വാട്സപ്പിൽ കൂടെ ഓണ ഇങ്ങനെ അല്ലെ. ഇപ്പം ഈ വഅദ് കേൾക്കാൻ വേണ്ടി ചില ഉമ്മമാര് സ്വന്തം മക്കളെ വിളിക്കും, വഅദിന് ബാ ദാരിമി വരുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മി ഉസ്താദ് വരുന്നുണ്ട്, അങ്ങനെ വിളിക്കണ സമയത്ത് സ്വന്തം മോള്, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ, യൂട്യൂബിൽ ലൈവ് ആണല്ലോ. അപ്പൊ സ്വന്തം മോള് പറയും, ഇല്ലപ്പാ ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ലൈവ് കണ്ടോളാം. അങ്ങനെ താത്ത വഅദ് കേൾക്കാൻ പള്ളിയിൽ വരും, കുഞ്ചിലയിൽ വരും, അല്ലെങ്കിൽ കാസർഗോഡ് വരും, മംഗലാപുരത്ത് വരും. പടച്ചോനെ വഅദ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മോളിങ്ങനെ യൂട്യൂബിൽ ലിങ്ക് എടുത്തിട്ട് കുഞ്ചില മക്കാമുറു ആശിഖ് ദാരിമി ആലപ്പുഴ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ലൈവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും മുകളിലൊരു മെസ്സേജ് വരണത്. ആരുടെ? കാമുകന്റെ. ഒരു ലവിന്റെ ചിഹ്നം വരും.
ഓളെടുക്കും, വാട്സപ്പിൽ ചാറ്റിംഗ് ആവും, പിന്നെ ചീറ്റിംഗ് ആവും, പിന്നെ വൈറ്റിലും ആകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ വെറുതെ പറയണതല്ല, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കർണാടകയിൽ പൊളാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കർണാടകയിൽ പൊളാലി എന്ന് പറയുന്നത് പൊളാലിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴുത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മലപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോവാ. അപ്പൊ പിറ്റേ ദിവസം രാവിലെയാണ് ട്രെയിൻ. പരശുരാമൻ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നു. രാവിലെ തണുപ്പായതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയിരുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്തെ സീറ്റില് ഒരു മുസ്ലിം പെൺകുട്ടി വന്നിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഉസ്താദ് എന്താ ഈ പെണ്ണിനെ നോക്കാൻ പോയതാണെന്ന് ഞാൻ കണ്ടതാ. ഈ പെൺകുട്ടി ഇങ്ങനെ വന്നിരുന്നു. ട്രെയിൻ ഇങ്ങനെ നീങ്ങിയപ്പോ ഒരു സ്കൂൾ ബാഗൊക്കെ ഇട്ടൊരു ചെറുപ്പക്കാരനും കടന്നു വന്നിട്ട് ഈ ചങ്ങാതി ഈ പെണ്ണിന്റെ മടിയിൽ ഇങ്ങനെ തലയും വെച്ച് ഇങ്ങനെ കിടക്കാം. ട്രെയിൻ നീങ്ങുമ്പോ ട്രെയിനിന് ഹോൺ അടിക്കണമെന്ന് പറയും. ചങ്ങാതി ഈ പെണ്ണിന്റെ പല ഭാഗത്തും കയറി ഇങ്ങനെ പിടിച്ച് തോണ്ടുന്നു മാതുന്ന. ആ പെണ്ണിനെ വെറുതെ ഇരുത്തറില്ല. കാമുകനും കാമുകയാ. പഠിച്ചോനെ, ഈ പെണ്ണിന്റെ കൂട്ടുകാരികൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് എത്താൻ പോയപ്പോ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികളെ വിളിക്കാൻ വേണ്ടി കൂട്ടുകാരികളുടെ വാപ്പമാരെന്ത് ചെയ്തു? സ്റ്റേഷനിൽ വന്നു. അതാര് കണ്ടു? ഈ ബന്ധത്തിൽ ഏർപ്പെടാതെ രണ്ടുപേര് കണ്ടു. ഉടൻ തന്നെ ആ ചങ്ങാതി ആ വാപ്പമാര് കാണാതിരിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മാന്യനായിട്ട് ഇങ്ങനെ ഇരിക്കാം, ഒന്നും ചെയ്യാത്ത പോലെ. അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ വലിയ സൂഫിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ട്രെയിൻ നീങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെയും ആ പെണ്ണിന്റെ മടിയിൽ പോയി ഇങ്ങനെ തലയും വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചത്, പഠിച്ചവനെ, ആ ചെറുക്കനല്ല, ആ പെണ്ണിനെ കെട്ടുന്നവന്റെ ഗതികേടാ. ആക്രിക്കടയിൽ കൈയിട്ടാൽ ഇപ്പൊ എന്താ അവസ്ഥ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് വല്ല കാര്യണ്ടപ്പാ. കുടുംബജീവിതമല്ലേ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയണത്, കുടുംബത്തിൽ നമ്മൾ നല്ലൊരു ഭരണാധികാരിയാകണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാനൊരു ദുആ പഠിപ്പിച്ചേർട്ടെ. നല്ല മക്കളെ കിട്ടാൻ, നല്ല ഇണകളെ കിട്ടാൻ, നല്ല ഭർത്താവിനെയും ഭാര്യനെയും കിട്ടാൻ ഖുർആനിൽ ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. ഏതാ? ചില ആളുകൾ പറയും, ഉസ്താദേ എന്റെ കല്യാണം ഇങ്ങനെ പല ആളുകളും മുടക്കിക്കൊണ്ടിരിക്കുക ഉസ്താദേ എന്ന് പറയും. ഞാൻ പറയണത്, എടാ, ഏത് വാപ്പ നിന്റെ കല്യാണം മുടക്കിയാലും അള്ളാഹു മുടക്കൂല. ഈ ദുആ ചെയ്താൽ കാമുകന്മാരെല്ലാം ദുആ ചെയ്യണ്ടേ, കെട്ടാനായവരാ ദുആ ചെയ്യണ്ടേ. നല്ല ഉസ്താദെ 5 കൊല്ലമായി ഉസ്താദെ 10 കൊല്ലമായി ഉസ്താദെ മക്കളില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ടാകും. ഈ പറയുന്ന ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ നൽകും. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു എന്തിയപ്പാ അല്ലാഹു നല്ല ഇണകളെ നൽകും, അല്ലാഹു നല്ല മക്കളെ നൽകും. അപ്പൊ കെട്ടിയവര് ചോദിക്കും, ഉസ്താദേ ഞങ്ങൾ കെട്ടിപ്പോയില്ലപ്പ, ഇനി എന്താ അവസ്ഥയാണ്? ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാര് വേണ്ടവരെന്ന് കൈപൊക്കിയ? നല്ല ഭാര്യമാരെ വേണ്ടവരെന്ന് കൈപൊക്കിയ? നല്ല ഫാത്തിമ ബിയുടെ സ്വഭാവമുള്ള ആർക്കും വേണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കുറെ കെട്ടിയ ചങ്ങാതിമാരെ കൈവക്കിയത് നല്ല ഭാര്യ വേണം. എന്താ പറയാ, കെട്ടിയ ചങ്ങാതിമാര് പറയാ ഉസ്താദേ നല്ല ഭാര്യമാരെ വേണം, കെട്ടിയിട്ട് കൊടുക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമർ തങ്ങൾ